ബ്രഷ് ചെയ്യുമ്പം ബ്ലീഡ് ചെയ്യുന്നതിന് മെയിൻ റീസൺ അവിടെ പല്ലിന് ചുറ്റുമുള്ള മോണയ്ക്ക് മൈൽഡ് ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് ഈ ബ്ലീഡിങ് ഉണ്ടാവുന്നത്, ബ്ലീഡിങ് ഓൺ ബ്രഷിങ്. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ ചുറ്റും അല്ലെങ്കിൽ മോണക്കടിയിലായിട്ടൊക്കെ ഈ അഴുക്കിയിരിക്കുമ്പോഴാണ് ഈ മോണപ്പഴുപ്പൊക്കെ വരുന്നത്. അതിൽ ഞങ്ങൾ പറയുന്ന പേരാണ് ജിഞ്ചിവൈറ്റിസ്. നമ്മളെല്ലാവരും 2 നേരം ബ്രഷ് ചെയ്യുന്നവരാണ്, പക്ഷേ ബ്രഷ് എത്താത്ത ഏരിയകളുണ്ട്. അതായത് പല്ല് മോണയോട് ചേരുന്ന ഭാഗത്ത്, പല്ലിൻ്റെ ഇടഭാഗത്തൊക്കെ ഈ അഴുക്കിരിക്കും. അതായത് പ്ലാക്ക് ഇരുന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കട്ടിയായി കക്കയായിട്ട് മാറും, കാൽക്കുലസ്. അങ്ങനെ കാൽക്കുലസ് ഇരുന്നിരുന്ന് ആ മോണയ്ക്ക് ഇൻഫ്ലമേഷൻ വരും. നമ്മൾ നോക്കണം, നോക്കി അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യും. എന്താ പ്രശ്നം, ഇനി വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ, അതായത് മോണരോഗത്തിൻ്റെ ഏത് സ്റ്റേജാണെന്ന് മനസ്സിലാക്കും. ചിലപ്പോൾ ഒരു എക്സ്റേ എടുത്ത് നോക്കും, OPG എന്ന് പറയും, ഓർത്തോപെൻഡമോഗ്രാം. അതിൽ മോണയുടെ പല്ലിൻ്റെയും എല്ലിൻ്റെയും ഒക്കെ ഹെൽത്ത് നോക്കും. അപ്പം അതിനനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. എത്രമാത്രം മോണയും എല്ലും പല്ലും ഹെൽത്തി ആണെന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം വൈകിക്കാണ്ട് ഡെൻറ്റിസ്റ്റ് അടുത്ത് പോയി ഈ കൺസേൺ പറയുക. അപ്പം ഡെൻറ്റിസ്റ്റ് നോക്കിയിട്ട് എന്താ പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്.